പണം കൈകാര്യം ചെയ്യൽ. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ നന്നായി ജോലി ചെയ്യുന്നുണ്ട്, നല്ല ശമ്പളമുണ്ട്. പക്ഷേ മാസം അവസാനിക്കുമ്പോൾ ബാങ്ക് ബാലൻസ് എപ്പോഴും 0 ക്യാഷ് എങ്ങോട്ട് പോയി എന്നാലോചിച്ച് തലചൊറിയാറുണ്ടോ? എങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. പണം സമ്പാദിക്കുന്നതിനേക്കാൾ പ്രധാനം അത് കൈകാര്യം ചെയ്യുന്നതാണ്. ഇന്ന് നമ്മുടെ സാമ്പത്തിക ജീവിതം അടിമുടി മാറ്റാൻ സഹായിക്കുന്ന 5 ലളിതമായ സാമ്പത്തിക ശീലങ്ങൾ നമുക്ക് പഠിക്കാം. ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ശീലം പോയിന്റ് 1. നിങ്ങൾ കിട്ടുന്ന ശമ്പളത്തെ 3 ഭാഗങ്ങളായി തിരിക്കുക. 50% നിങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങൾക്കായി, അതായത് വാടക, ഭക്ഷണം, ബില്ലുകൾ, അങ്ങനത്തെ കാര്യങ്ങൾക്കും 30% നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കായി, അതായത് പുതിയ മൊബൈല്, യാത്ര, സിനിമ എന്നിവയ്ക്കും 20% ഭാവിക്ക് വേണ്ടി നിർബന്ധമായും സമ്പാദിക്കുക. സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയും. ഈ 20% എപ്പോഴും ആദ്യം തന്നെ മാറ്റിവെക്കണം. ഇതിനെ പേ യുവർ സെൽഫ് ഫസ്റ്റ് എന്ന് പറയും. രണ്ടാമത്തെ ശീലം ബഡ്ജറ്റിംഗ് ഒരു ഭാരമല്ല, സ്വാതന്ത്ര്യമാണ്. നമ്മൾ എത്രമാത്രം ചിലവഴിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മാർഗം മാത്രമാണ് ബഡ്ജറ്റ്. ഒരു ആപ്പ് ഉപയോഗിച്ചോ ഒരു നോട്ട്ബുക്കിൽ എഴുതിയോ ഈ മാസം നിങ്ങളുടെ വരുമാനം എത്ര, ഓരോ കാര്യത്തിനും എത്ര ചിലവഴിച്ചു എന്ന് എഴുതി വെക്കുക. ചിലവഴിക്കുന്നതിന് മുൻപ് പ്ലാൻ ചെയ്യുക. നിങ്ങൾ എവിടെയാണ് അധികം കാശ് കളയുന്നതെന്ന് ഒരാഴ്ച കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നിങ്ങളുടെ സാമ്പത്തിക സുതാര്യത കൂട്ടും. പോയിന്റ് 3. ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും വേർതിരിക്കുക. ഒരു പുതിയ ഫോൺ ആവശ്യമാണോ, അതോ ഏറ്റവും പുതിയ മോഡൽ തന്നെ വേണമെന്നത് ആഗ്രഹമാണോ? ഭക്ഷണവും വാടകയും നീഡ്സ് ആണ്. ദിവസവും ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്നത് വാണ്ട്സ് ആണ്. എന്തെങ്കിലും വാങ്ങുന്നതിന് മുമ്പ് സ്വയം ചോദിക്കുക, ഇതെൻ്റെ ജീവിതത്തിന് അത്യാവശ്യമാണോ, അതോ ഒരു നിമിഷത്തെ സന്തോഷം മാത്രമാണോ? ആഗ്രഹങ്ങൾക്ക് വേണ്ടി കുറച്ച് കാശ് മാറ്റിവെക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ നീഡ്സ് ഒരിക്കലും അവഗണിക്കരുത്. പോയിന്റ് 4. ഒരു അത്യാവശ്യ ഫണ്ട്, എമർജൻസി ഫണ്ട് നിർമ്മിക്കുക. ജീവിതം എപ്പോഴും അപ്രതീക്ഷിതമാണ്. ജോലി പോവുക, ഒരു അസുഖം വരിക, അങ്ങനെയുള്ള സമയങ്ങളിൽ കടം വാങ്ങേണ്ടി വരാതിരിക്കാൻ നിങ്ങളുടെ 6 മാസത്തെ ചിലവിന് ആവശ്യമായ പണം ഒരു പ്രത്യേക അക്കൗണ്ടിൽ മാറ്റിവെക്കണം. ഈ പണം ഒരിക്കലും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത്. ഇത് നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷാ കവചമാണ്. ഇത് നിങ്ങളുടെ മനസ്സമാധാനത്തിനുള്ള ഇൻഷുറൻസ് ആണ്. 5-ാമത്തെ പോയിന്റ്, ചെറിയ കടങ്ങൾ ആദ്യം തീർക്കുക. നിങ്ങൾക്ക് ഒന്നിലധികം കടങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ തുകയുള്ള കടം ആദ്യം അടച്ചു തീർക്കുക. ചെറിയ കടം തീരുമ്പോൾ നിങ്ങൾക്കൊരു മാനസിക ആശ്വാസം കിട്ടും. ആ പണം ഉപയോഗിച്ച് അടുത്ത വലിയ കടം അടയ്ക്കാൻ തുടങ്ങാം. ഇങ്ങനെ ഓരോ കടമായി തീർക്കുമ്പോൾ നിങ്ങൾ വേഗത്തിൽ കടക്കെണിയിൽ നിന്ന് പുറത്തു വരും. ഈ 5 ശീലങ്ങളും ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. നിങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടുന്നത് നിങ്ങൾക്ക് കാണാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സാമ്പത്തിക ശീലവും താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ മികച്ച വീഡിയോകൾക്കായി അഫിറാസി വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം.